ഇന്ന് വന്നിട്ടുള്ളത് സ്മോൾ അല്ലെങ്കിൽ ഒരു റെൻ്റൽ സ്പേസിലുള്ള കിച്ചണിലേക്കൊക്കെ നമുക്ക് എങ്ങനെ സ്റ്റോറേജ് സ്പേസൊക്കെ ആഡ് ചെയ്യാം, അതും നോ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ 5 ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ബേസ് പാർട്ട് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും അവൈലബിലിറ്റിക്കും അനുസരിച്ച് ക്ലോത്തോ പേപ്പേഴ്സോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോ കോസ്റ്റിൽ ഒരു ബാസ്ക്കറ്റ് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റാൻഡം സ്റ്റഫ്സൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബേസ് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് അദസീവ് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള പേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ആഡിൻ്റെ ഒക്കെ ഇതിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഞാനിവിടെ റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുവാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ, ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സും ഓർഗനൈസേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ആ ഒരു സ്റ്റിക്കറാണ് ഞാനിതിൻ്റെ ബേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിനി ആക്സിഡൻ്റലി എന്തെങ്കിലും സ്പില്ലേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസിലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഓപ്പൺ ഷെൽഫ് ഓർഗനൈസറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ അതുപോലെ സെറാമിക് ജാസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓർഗനൈസറിൻ്റെ ആവശ്യമാണുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു വുഡ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈസിലി അവൈലബിൾ ആണ്. പോലെ എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓർഗനൈസേഴ്സ് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോൾ ഒരുപാട് റേറ്റിനാണ് ഇതുപോലെയുള്ള ചെറിയ പീസ്, അതും ശരിക്കുള്ള പ്രോപ്പർ വുഡൊന്നും ആയിരിക്കില്ല, എന്നാലും നല്ല റേറ്റിലാണ് ഓൺലൈനിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ അതിനേക്കാളും ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓർഗനൈസറിൻ്റെ ഷെയ്ഡിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വുഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വാർണിഷൊക്കെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്ത് വാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഴ്സിലുള്ളത് പോലെ തന്നെ ഒരു വൈറ്റ് പോൾക്ക ഡോട്ട് ഇതിലേക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ പ്രൂഫാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള വുഡ് പീസൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതും ഓപ്പൺ ഷെൽഫിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ബേസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനിതിലേക്ക് ഓയിൽ ബോട്ടിൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുന്ന കുറച്ച് സെറാമിക് കണ്ടെയ്നേഴ്സ്, ജാർസൊക്കെയാണ് വെക്കുന്നത്. ഇനി നമ്മുടെ സ്മോൾ കിച്ചണിൽ എങ്ങനെ സ്റ്റോറേജ് സ്പേസ് മാക്സിമൈസ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഹുക്കിൽ നമുക്ക് ഒരു ഐറ്റമാണ് അറ്റ് എ ടൈം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്ത് സ്റ്റോറേജ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പ്ലാസ്റ്റിക് റോഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ത്രെഡോ റോപ്പൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ത്രെഡ് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു നോട്ടും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നോട്ടൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഒരു സിംഗിൾ ഐറ്റം സ്റ്റോർ ചെയ്തിട്ടുള്ള ഹുക്കിലേക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു റോഡിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഹുക്ക് വെച്ചിട്ട് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എസ് ഹുക്കാണ്. നമുക്കിത് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എസ് ഹുക്ക് ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ബാംഗിൾസൊക്കെ വെച്ചിട്ട് എസ് ഹുക്ക് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ അങ്ങനെ ഇത് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു പാക്കറ്റിന് കുറച്ച് റേറ്റിൽ വരുന്ന 10 റുപ്പീസ് 15 റുപ്പീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഓർഗനൈസർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഒരു സിംഗിൾ ഐറ്റം സ്റ്റോർ ചെയ്ത പ്ലേസിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് റെൻ്റൽ സ്പേസിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ കുറച്ച് സ്മോൾ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റോറേജ് ഷോർട്ടേജൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് മെത്തേഡായിട്ട് ഷെയർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പോൾ അതാ നമ്മൾ ക്ലോത്തൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് നാനോ ടാപ്പാണ്. അപ്പോൾ ഈ ഒരു ടാപ്പ് ഞാൻ 3 ക്ലിപ്പിലേക്കും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ആ ഒരു ക്ലിപ്പിൻ്റെ ഓപ്പൺ സൈഡ് താഴോട്ടാക്കിയിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുകളിലെ പോർഷനിലേക്കാണ് ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ 3 ക്ലിപ്പിലേക്കും ഈ ഒരു നാനോ ടാപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓർഗനൈസർ ചെറിയ സ്പേസിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കിച്ചൺ ഡോറിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ പ്ലേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നല്ല നീറ്റാക്കിയിട്ട് തന്നെ യൂട്ടിലൈസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്പേസ് ഒന്നും കൂടെ മാക്സിമൈസ് ചെയ്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ 3 ക്ലിപ്പും ഹാങ് ചെയ്തിട്ടല്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ താഴോട്ടാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ക്ലിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്കാണ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 3 എണ്ണം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സാധാരണ ടവൽസും ഗ്ലൗസൊക്കെ ആവശ്യമുള്ള സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് ഇൻ പ്ലേസ് ആയിട്ട് ഒരു പ്ലേസിൽ തന്നെ ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൂം സ്റ്റിക്കൊന്നും ഓർഗനൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആപ്രൺ അതുപോലെ തന്നെ നമ്മൾ ടവൽസ് പിന്നെ ഗ്ലൗസും കൂടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോ പ്ലേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒറ്റ പ്ലേസിൽ സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതും സിമ്പിളായിട്ടുള്ള ക്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോറേജ് മാക്സിമൈസേഷൻ ഐഡിയ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാർഡ്ബോർഡ് റോൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് റോളിനെ 4 ഈക്വൽ പാർട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പാർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റും നമ്പേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്കൊരു ഹോട്ട് ഗ്ലൂവിൻ്റെ ആവശ്യം കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ലുക്ക് വൈസ് ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നീറ്റായിട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ആസ് ഇറ്റ് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ സെയിം നമ്മുടെ കിച്ചൺ ഡോറിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ 4 റോൾസും കിച്ചൺ ഡോറിൻ്റെ ബാക്ക് സൈഡിലാക്കിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി കാണാവുന്നതാണ്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടാണ് നമ്മൾ 5 ഓർഗനൈസേഴ്സും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതിലേക്ക് ഡസ്റ്റിംഗ്, മോപ്പിംഗ്, അതുപോലെ സ്ക്രബിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസാണ് സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാം ഇൻ പ്ലേസ് ആയിട്ട് ഒറ്റ പ്ലേസിൽ തന്നെ ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചാരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെസ്സി ആയിട്ടാണ് ആ ഒരു പ്ലേസ് കാണൽ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. നോ കോസ്റ്റിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.